ഗാസയിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിലപാടിലുറച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈജിപ്തും ജോർദാനും ഗാസയിലെ ജനങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ US സാമ്പത്തിക സഹായങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസ മുനമ്പ് ഏറ്റെടുത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന റിവിയേറക്കാരാക്കാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ സജീവ ചർച്ചയായ വിഷയമാണ് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ. ഹമാസ് ഭീകരർ സാധാരണ മനുഷ്യരെ മനുഷ്യ കവചമായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഹമാസ് ശക്തികേന്ദ്രമായ ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിലപാട് ട്രംപ് മുന്നോട്ട്. ിലേക്കും ജോർദാനിലേക്കും ഗാസൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കാമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈജിപ്തും ജോർദാനും നിർദ്ദേശത്തെ എതിർത്തു. അറബ് രാഷ്ട്രങ്ങളും നിലപാടിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കർശന നിലപാടുമായി ട്രംപ് മുന്നോട്ടു പോകുന്നത്. നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും US സഹായങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസ ലോകോത്തര റിവിയേറ ആക്കി മാറ്റുമെന്നും ട്രംപിന്റെ വാഗ്ദാനം. മാറ്റിപ്പാർപ്പിക്കൽ പ്രായോഗിക നീക്കമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരുന്നു. ഗാസയിലെ ജനങ്ങളെ ബലിയാടാക്കി ഭീകരത വളർത്താനുള്ള നീക്കം ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.